ഹലോ ഗൈസ്, ഞങ്ങൾ ദേ ഇപ്പോൾ ഉള്ളത് സ്വയംവരയിലാണ്. അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് സാരിയും കുർത്തീസൊക്കെ നോക്കാൻ. രാവിലെ തന്നെ ഇറങ്ങി. ഇതേ പിള്ളേരുണ്ട്. അമ്മ ഓരോ കുർത്തീസൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. കുർത്തീസിനും സാരീസിനും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഷോപ്പിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സാരി സെക്ഷനാണ്. കാരണം ഞാൻ അവിടെ ഒരു കലങ്കാരി മോഡൽ സാരി ഡിസ്പ്ലേയിൽ കണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എനിക്കും അമ്മയ്ക്കും ആളിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ആ സാരി. ഞങ്ങളിവിടെ കാര്യമായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലുമോനും ഒരു പോപ്പിക്കൂടെ ചൂടി നടക്കുകയായിരുന്നു. ആകെ കൂടെ ഒരു കൂടെ ഉള്ളൂ. അതിനുവേണ്ടി 3 പേരും കൂടെ ഫൈറ്റാണ്. സ്വയംവരയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാജിക് മൊമെൻറ്റ്സ് കഫേയിലേക്കാണ് വന്നത്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. ഇൻസ്റ്റയിലൊരു സ്റ്റോറി കണ്ടിട്ടാണോ ഞാൻ വരുന്നത്. വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫുഡൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അമ്മയ്ക്ക് ചെറിയൊരു കോൾഡ് ഉള്ളതുകൊണ്ട് അമ്മ കോഫിയാണ് ഓർഡർ ചെയ്തത്. ഫുഡിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. നല്ല അടിപൊളിയാണ്. സീറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്, കാരണം അത് ചെറിയൊരു കഫേയാണ്. ആളും ഓർഡർ കൊടുത്തത് ഒരു അവിൽ മിൽക്കായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്, പക്ഷേ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് മോമോസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെൻട്രോ മോളിലേക്ക് പോയി. ഇവിടെ പിള്ളേർ സ്ഥിരം വരുന്നതാണ്, അതുകൊണ്ട് ഇവർക്ക് നല്ല പരിചയമുണ്ട്. ലല്ലു ഇവിടെ എത്തിയപ്പോഴേക്കും ഓടിക്കയറിയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവനെന്തെങ്കിലും ഐസ്ക്രീംസോ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ പോയത് മാക്സിലേക്കാണ്. മാക്സിൽ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേറ്റാണ്. മാക്സിലത്തെ കളക്ഷൻസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പ്ലേ ഏരിയയിലേക്കാണ്. പിള്ളേർക്ക് അവിടെയാണ് ഏറ്റവും ഇഷ്ടം. അവിടെ നമ്മളൊരു ½ ആൻ അവർ സ്പെൻഡ് ചെയ്തു. അവിടെ ഓരോ ഗെയിംസൊക്കെ കളിച്ചപ്പോൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അവസാനം അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ഡേ എൻജോയ് ചെയ്തു. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊട്ടും വരാൻ കൂട്ടാക്കണ്ടായില്ല ഈ പാർക്കിൽ നിന്ന്.